നമസ്കാരം. ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ചോദ്യം, നീ എന്തിനാണ് ഈ ഒരു ഫ്രീ കൺസൾട്ടേഷൻ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇത് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അവിടെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ മണിയൂർ ഏരിയയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കൺസൾട്ടേഷൻ നടത്തുന്നത്. സൗജന്യ കൺസൾട്ടേഷൻ ആക്കാൻ കാരണം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് പേരിലോട്ടൊന്നും എത്തിയിട്ടില്ല. എല്ലാവർക്കും ഈ ഒരു സിസ്റ്റം പരിചയപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. ചില ഡോക്ടേഴ്സ് ചോദിച്ചൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലിനിക്കുകൾക്ക് ഒരു ഭീഷണിയല്ലേ, ക്ലിനിക്കുകൾ നഷ്ടത്തിലാവൂലേ എന്നുള്ളത്. ഒരു കാര്യവശാലും അങ്ങനെ ഒരു സംഭവം വരില്ല. കാരണം നമ്മൾ ഈ കൺസൾട്ടേഷൻ നടത്തുമ്പോൾ മരുന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ നേരിട്ട് മരുന്ന് കൊടുക്കുന്നില്ല, വേറൊരു ടെസ്റ്റോ കാര്യങ്ങളോ വിടുന്നില്ല. അതായത് ഒരു ക്ലിനിക്കിൽ പോയി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എമർജൻസി അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ തന്നെ അല്ലെങ്കിൽ ഒരു നേരിട്ട് ഡോക്ടറെ തന്നെ കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലാത്ത ഒരു മെഡിക്കൽ പരമായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാനും ചെറിയ ചെറിയ അസുഖങ്ങളെ ഈ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ കൺസൾട്ടേഷനൊക്കെ വെച്ചിട്ട് മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു രോഗിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലിനിക്കിനെയും ഹോസ്പിറ്റലിൽ തന്നെ ഡിപെൻഡ് ചെയ്യും. അതൊന്നും ഒരിക്കലും ഒരു നഷ്ടത്തിലോട്ട് പോകത്തില്ല. പിന്നെ ഈ ഒരു സിസ്റ്റത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ലീഗൽ ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് മാറ്റാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് നമ്മൾ ഇന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡോക്ടർ, പേഷ്യന്റ് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് ആയിട്ട് വരുവാണ്, എനിക്ക് ഇന്നത് പറഞ്ഞു തന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ കൺസൾട്ടേഷന്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് എടുത്ത് പറയാൻ പറ്റും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റും. കോഡിക്കലായതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ സേഫ് ആണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഡോക്ടേഴ്സിന് കിട്ടുന്ന പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയലാഭമാണ്. എല്ലാ ഡോക്ടേഴ്സിനും ക്ലിനിക്കിൽ പോയിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അവർ അവൈലബിൾ ആവുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവർ അവൈലബിൾ ആവുന്ന ടൈമിൽ ഈ പറഞ്ഞ കൺസൾട്ടേഷൻ നടത്താൻ പറ്റുന്നു. വരുമാനത്തോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കൺസൾട്ടേഷൻ ഫീ മേടിച്ചാൽ മതിയാവില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെ വെച്ചും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൺസൾട്ടേഷൻ നടത്താൻ പറ്റും. അവരുടെ പേഷ്യൻസിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. ഇപ്പൊ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ സുലഭമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ. മൂന്നാമത്തെ ഇതിന്റെ പോരായ്മകൾ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ലൈവായിട്ട് BP നോക്കാനോ ഷുഗർ നോക്കാനോ ഒക്കെ പറ്റാത്തൊരു ലിമിറ്റേഷൻ ആണ്. അതിന് വേറെ മാർഗങ്ങളുണ്ട്. കാരണം വീട്ടിൽ തന്നെ ഇപ്പൊ ഈ BP നോക്കുന്ന BP അപ്പാരറ്റസ് ഉള്ള വീടുകളുണ്ട്, ഷുഗർ നോക്കുന്ന ഗ്ലൂക്കോമീറ്റർ ഉള്ള വീടുകളുണ്ട്, പൾസ് ഓക്സിമീറ്റർ കൊറോണ സമയത്തൊക്കെ ഒരുപാട് പേര് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സാച്ചുറേഷനും പൾസ് റേറ്റും ഒക്കെ നോക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെ സത്യം പറഞ്ഞാൽ കൺസൾട്ടേഷൻ നടത്താൻ പറ്റും. പിന്നെ ഹാർട്ടിന്റെ സൗണ്ട്, ചെസ്റ്റിന്റെ സൗണ്ട്, അതുപോലുള്ള കാര്യങ്ങളാണ് ലിമിറ്റേഷൻ വരുന്നത്. അതിനൊക്കെ നമുക്ക് പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ, നിസ്സാരമാണ്. അല്ലാതെ വരുന്ന പോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം പണ്ടത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് ഇതിലോട്ട് മാറി വരാൻ കുറച്ചൊരു സമയമെടുക്കും. അപ്പൊ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിൽ ഒരു വ്യത്യാസമാണ്. അത് പിന്നീട് ഭാവിയിൽ വന്നു തുടങ്ങുന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞ ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ താഴെ കാണുന്ന നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. രാവിലെ 11 മണി തൊട്ട് 4 മണി വരെ ഞാൻ അവൈലബിൾ ആയിരിക്കും. ഇനി സംശയങ്ങളും ചോദ്യങ്ങളും ഉള്ളവർക്കുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ പിന്നീട് വീഡിയോ കാണാം. ബൈ.